ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരം കുറച്ച് ഇവിടെയൊക്കെ നിറയെ ഇലകൾ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തീയിടാനുണ്ടേ. ആ ചേമ്പ് ഒന്ന് വെട്ടിയിടണം. എന്ത് ഇതിലാ വന്നിട്ടുള്ളത് അല്ലേ? നല്ല വളർന്ന് വലുതായിട്ടുണ്ട്. പക്ഷെ അത് നല്ല ചേമ്പല്ല അത്. അപ്പൊ ഇനി ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് അടിച്ചു വാരി കൂട്ടിയിട്ട് ഇനി അവിടെ ഒന്ന് തീയിടട്ടെ കേട്ടാ. ഞാൻ മണ്ണെണ്ണ എടുത്ത് വരട്ടെ. മണ്ണെണ്ണ എടുത്ത് വന്നൊന്ന് തീയിട്ടാൽ അവിടുത്തെ ഇലകളൊക്കെ ഒന്നാണ്ട് കത്തിക്കഴിയും. എന്താ പറയാ, ഒരു നേരം അടിച്ചു വരില്ലെങ്കിൽ ഭയങ്കര ഇല വീഴലാണേ. അപ്പോ പ്ലാവിന്റെ ചോട്ടിലായതുകൊണ്ട് തന്നെ പ്ലാവിന്റെ ഇലകൾ ഇങ്ങനെ വീണ് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടേക്ക് ഒന്ന് അടിച്ചു വരണം. കിണറിന്റെ ആ ഭാഗം ഒന്ന് അടിച്ചു വരാനുണ്ട്. ഈ സൈഡിലുള്ളതൊക്കെ ഒന്നുണ്ട് അടിച്ചു വരി തീയിടട്ടെ എന്ന് കരുതിയിട്ടാ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നു. സന്തോഷം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനി അതുപോലെ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് തീയിടട്ടെ. വല്ലപ്പോഴും കുറച്ച് മണ്ണെണ്ണ കിട്ടും റേഷൻ കടയിൽ നിന്ന്. അപ്പൊ അത് നമ്മൾ ഒഴിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇട്ട് എടുക്കും. അങ്ങനെ അത് കത്തി തീരട്ടെ കേട്ടാ. വാഴയുടെ തൊട്ടപ്പുറത്താണ്, ഒന്നുകൊണ്ട് മാറ്റിയിട്ടിട്ടുണ്ട്. എന്നാലും ആ ചൂട് തട്ടിഞ്ഞ് വാഴയ്ക്ക് എന്തെങ്കിലും വരികയാണാവും. കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി കിണറിന്റെ ആ ഭാഗം, കിണറിന്റെ ചുറ്റു ഭാഗങ്ങളിലും ഒന്ന് അടിച്ചു വരാനുണ്ട്. കണ്ടില്ലേ ഇല കിടക്കുന്ന നോക്കി ആ തെങ്ങിന്റെയൊക്കെ ആ ഭാഗത്ത്. അപ്പോൾ അവിടത്തേക്കൊന്ന് ക്യാമറ ഫോൺ വെച്ചത് ശരിയല്ലേ നോക്കുകയാണ്. അതിൽ പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ ഇനി ഇവിടേക്ക് ഒന്നുണ്ട് അടിച്ചു പണി. ആകെ ഉണങ്ങി, എന്താ പറയാ, അത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ചു വരാനൊക്കെ പറ്റുന്നുണ്ട്. സുഖമാണ്. കുറച്ച് നേരം കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒന്നുണ്ട് ക്ലീൻ ആക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. കാരണം മഴയും നനവൊന്നും ഇല്ലല്ലോ. ആകെ ഡ്രൈ ആയി കിടക്കല്ലേ. അപ്പൊ ഇവിടെ ഒന്നുണ്ട് നമ്മുടെ കിണറിന്റെ ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി ഇട്ടിട്ട് അവിടെ തീയിട്ട് കഴിഞ്ഞാൽ അവിടെയും സെറ്റായി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് തിരുവാതിര പ്രാക്ടീസിന് ഒന്നും ഇപ്പൊ പോകുന്നില്ല. ഇത് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് വിളക്ക് വെക്കണം. ഇനി അങ്ങനെയുള്ള കുറച്ച് ജോലികളും കൂടി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തേക്ക് വിശേഷങ്ങൾ കേട്ടോ. ഇന്നിപ്പോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സമയം കിട്ടുമ്പോഴൊക്കെ കാണുക, വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ വേറെന്താ പ്രത്യേകിച്ച്? ഇന്നിപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്താ പറയാ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരുന്നതും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കാണുക. ഓക്കെ. ഇനി 5-ാം തീയതി സ്കൂൾ തുറക്കുകയായി. അപ്പോഴേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പേപ്പറുകൾ നോക്കാനുണ്ട്. കുട്ടികളുടെ കുറച്ച് പേപ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, മാർക്ക് എഴുതലും ഗ്രേഡ് ഇടലും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളും കൂടി ഉണ്ട്. പിന്നെ അതൊക്കെയാണ് ഇനിയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ വെക്കേഷൻ പോയതറിയില്ല. 10-12 ദിവസം നമുക്ക് ഒഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് ഓരോ ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. ഇതാന്ന് പറയുമ്പോഴേക്കും ഇനി 5-ാം തീയതി ആവും. അപ്പോഴാണ് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് തോന്നുക. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കിട്ടിയത് വളരെ സന്തോഷമായി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ അടിച്ചു തല്ലി കഴിഞ്ഞു. ഓക്കെ, ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.